അനീഷേട്ടാ, ഓ, എന്താ നോക്കുന്നേ? ഞാൻ കുട്ടികൾ കളിക്കുന്നൊക്കെ നോക്കിക്കുവായിരുന്നു. അനീഷേട്ടാ കഴിഞ്ഞ ആഴ്ച ഇട്ട വീഡിയോ ഉണ്ടായിരുന്നില്ലേ, പാരന്റിങ് ടിപ്സിന്റെ? അതിന് നല്ല റെസ്പോൺസ് ആയിരുന്നല്ലോ. അതെ, ഒത്തിരി പേര് കമന്റ് ചെയ്തു, കുറെ പേര് മെസ്സേജസ് ഒക്കെ ചെയ്തു. ഞാനും വലിയ സർപ്രൈസ്ഡ് ആയി പോയി. അതുപോലത്തെ എന്തെങ്കിലും ഉണ്ടോ മനസ്സിലിപ്പം പറയാൻ? ടിപ്സ് എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു വേർഡാണ് കേട്ടോ. നമ്മൾ സത്യത്തിൽ വീണ്ടും പറയട്ടെ, അഞ്ജനയോ ഞാനോ പാരന്റിങ് കോച്ചസ് അല്ല. ഞങ്ങൾ ന്യൂസിലാൻഡിലാണ്. ഞങ്ങൾ 3 കുഞ്ഞുങ്ങളും ഇവിടെയാണ് ഉണ്ടായത്. ഡെലിവറിൻ്റെ സമയത്തോ അതിൻ്റെ അടുത്തുള്ള സമയങ്ങളിലോ ഞങ്ങളെ പാരൻസോ ഫാമിലിയോ ആരും ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങളും ഓരോ ദിവസം അവരെ കൂടെ പഠിച്ചു, കുറേ ബുക്സൊക്കെ വായിച്ചു, കുറേ വീഡിയോസൊക്കെ കണ്ടു, കുറേ നമ്മളെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്നൊക്കെ കുറേ ടിപ്സൊക്കെ ചോദിച്ചാണ് ഞങ്ങൾ ഓരോ ദിവസം പഠിച്ച് ഞങ്ങളെ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഞങ്ങൾ പെർഫെക്റ്റ് ആണെന്നൊന്നും പറയുന്നില്ല കേട്ടോ. നമ്മളെന്നാലും കുറേ ശരികൾ ചെയ്യാൻ നോക്കുകയാണ്. അങ്ങനെയാണല്ലോ അല്ലേ? അപ്പം നമ്മൾ ഒരു ടിപ്സ് എന്നൊക്കെ പറയാൻ, കുട്ടികൾ ഡേ കെയർ എന്നൊക്കെ സ്കൂളിൽ നിന്നൊക്കെ വന്നാൽ മിക്ക പാരൻസൊക്കെ പറയാറുണ്ട് വളരെ ദേഷ്യമായിരിക്കും, കുട്ടികൾക്ക് ഭയങ്കര വാശിയൊക്കെ ആയിരിക്കും എന്നൊക്കെ. അപ്പം നമ്മൾ ഇവിടെ ന്യൂസിലാൻഡിൽ നമ്മൾ മിഡ് വൈഫ് അപ്പോയിൻമെൻറ്റ് അല്ലെങ്കിൽ നമ്മളെ കുട്ടികളെ അപ്പോയിൻമെൻ്റ് ഒക്കെ പോകുമ്പോൾ നമുക്ക് കുറേ പാംലെറ്റ്സ് കിട്ടുമല്ലോ. അതിൽ നിന്ന് കിട്ടിയൊരു ടിപ്പുണ്ട്, നമ്മളിപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്കൂളിൽ നിന്നോ അല്ലെങ്കിൽ ഡേ കെയറിൽ നിന്നോ വന്ന കുട്ടികളുടെ അവരുടെ അടുത്ത് കുറച്ച് സമയം ഒന്ന് ഇരിക്കുക. കുറച്ച് സമയം എന്ന് പറയുന്നത് ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ അവർക്കൊരു ഫീല് വരണം, അവരാണ് നമ്മളെ ടോപ്പ് പ്രയോറിറ്റി എന്നുള്ളത്. കാരണം ചിലപ്പോൾ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളാകുമ്പോൾ അവർക്ക് ചിലപ്പം അന്ന് പഠിപ്പിച്ചത് മനസ്സിലായിട്ടുണ്ടാവില്ല, ചിലപ്പോൾ ഫ്രണ്ട്സുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ കുറേ കാര്യങ്ങൾ അവർ ഓൾറെഡി കുറേ സ്ട്രെസ്ഡ് ആയിരിക്കും. അപ്പോൾ അവർക്ക് വെന്റിലേറ്റ് ചെയ്യാനുള്ള ഒരു സമയം നമ്മൾ കൊടുക്കണം. അങ്ങനെയാണ് അത് പറയുന്നത്. അപ്പോൾ സാധാരണ നമ്മളെന്താ ചെയ്യുക, കുട്ടികൾ സ്കൂളിൽ നിന്നോ അല്ലെങ്കിൽ ഡേ കെയറിൽ നിന്ന് വന്ന ഉടനെ നമ്മൾ അത് ഡ്രസ്സ് മാറ്റൂ, ഫുഡ് കഴിക്കൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭയങ്കര റഷിങ് ആയിരിക്കുമല്ലോ. അത് ചെയ്യാണ്ട് അവർക്കൊന്ന് സ്ലോ ഡൗൺ ചെയ്യാനുള്ള, അല്ലെങ്കിൽ അവർക്ക് ഫീലിങ്സ് ഒന്ന് വെന്റിലേറ്റ് ചെയ്യാനുള്ള ഒരു സമയം കൊടുക്കുക. അവർക്കൊരു 10 മിനിറ്റ് കൊടുക്കാം. അവരൊന്ന് കാം ഡൗൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവരുടെ അടുത്ത് കുളിക്കാൻ പറയാം, ഭക്ഷണം കൊടുക്കാം, അങ്ങനെ. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും നിങ്ങൾ പെട്ടെന്നൊരു ദിവസം റിസൾട്ട് പ്രതീക്ഷിക്കരുത്. ഇതൊരു റൂട്ടീനായി കൊണ്ടുവന്നതിന് ശേഷം നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് എക്സ്പെക്ട് ചെയ്യാം. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും വേറൊരു കാര്യം കൂടെ ഉണ്ട്. കുട്ടികളെല്ലാം ഡിഫറെൻ്റ് ആണ്, പാരൻസും ഡിഫറെൻ്റ് ആണ്. എല്ലാവർക്കും അവരുടേതായ രീതികളുണ്ട്, അവരുടേതായ ശരികളുണ്ട്, അവരുടേതായ തെറ്റുകളുണ്ട്. ഏതാണ് വർക്ക് ചെയ്യുന്നതെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്.